ബംഗാളിൽ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ 1 കൊല്ലം കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് മുൻ കോൺഗ്രസ് നേതാവും നിരവധി തവണ ലോക്സഭയിൽ MP ആയിട്ടിരുന്ന കോൺഗ്രസിന്റെ കക്ഷി നേതാവ് വരെ ആയിരുന്ന അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരുന്നത്. മമതയുടെ പതനം അതവർ ഇരന്നു വാങ്ങിയതാണ്. അവരുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് വെള്ളവും വളവും ഉൾക്കൊണ്ട് അവർ വലിയ തോതിൽ നേട്ടങ്ങൾ നേടിയെടുത്തതിന് ശേഷം തൃണമൂൽ രൂപീകരിച്ച് കോൺഗ്രസിന്റെ സഖ്യത്തിന്റെ ഭാഗമായി ജയിച്ച്, എന്നാൽ കോൺഗ്രസിന് ആവശ്യം കഴിഞ്ഞ് കായികപരമായി കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ തൃണമൂൽ ഗുണ്ടകളെ അഴിച്ചുവിട്ട കാലഘട്ടം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ബഹ്റാംപൂറിൽ പലതവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തൃണമൂൽ ഗുണ്ടായിസം അതിനെ നേരിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് താൻ എന്നുള്ളത് അധിർ രഞ്ജൻ ചൗധരി വളരെ വ്യക്തമായി പറയുന്നു. BJP-യിൽ നിന്ന് നേരിടാത്ത വലിയ തോതിലുള്ള ആക്രമണം പോലും തൃണമൂലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയെ വിമർശിക്കാൻ താൻ ആളല്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയും നോക്കിക്കാണണം. BJP അധികാരത്തിലേക്ക് വന്നത് ഭരണവിരുദ്ധത കൊണ്ട് മാത്രമല്ല, തൃണമൂൽ നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് കൂടിയാണ്. അതിൽ അഭിഷേക് ബാനർജിയുടെ ഗുണ്ടായിസമുണ്ട്. മമതാ ബാനർജിയുടെ ഹിന്ദു എന്ന രീതിയിൽ അഭിഷേക് ബാനർജി കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ഡയമണ്ട് ഹാർബറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അഭിഷേക് ബാനർജി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണത്തിൽ അയാൾക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായി ഇതിനോടകം തന്നെ പല രീതിയിൽ അന്വേഷണ റിപ്പോർട്ടുകൾ പലതും വരികയാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മമതാ ബാനർജിയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. മമതാ ബാനർജിയുടെ 15 കൊല്ലത്തെ ഭരണത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ സകലമായ കാര്യങ്ങളിലും നിരവധിയായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാരണവശാലും സുവേന്ദു അധികാരി മമതാ ബാനർജിയെ വെറുതെ വിടില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മമതാ ബാനർജിയെ അവരുടെ തന്നെ പുലിമട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭവാനിപ്പൂരിൽ നടന്നു ചെന്ന് അവിടെ 15,000-ഓളം വോട്ടുകളെ അവരെ പരാജയപ്പെടുത്തി നിയമസഭാ മന്ദിരത്തിൽ അവരെ കാലുകുത്താൻ അനുവദിക്കാതെയാണ് അവരുടെ പാർട്ടിയെ പിച്ച് ചീന്തി പിളർത്തി ഒരു ഗതിയും പരഗതിയില്ലാതെ ആക്കിയത്. പണ്ട് CPIM-ന്റെ അടിത്തറ തോണ്ടി അട്ടഹസിച്ച അവർ അതിലും ദാരുണമായി തൃണമൂൽ കോൺഗ്രസിന്റെ പതനം പരിപൂർണമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, കോൺഗ്രസിന് ഇപ്പോഴും അവിടെ ബേസ് വോട്ടുണ്ട് എന്നും തിരികെ വരാൻ കഴിയുമെന്നതും ഉറപ്പ് തന്നെയാണ്. അവിടെ ഇനി CPIM തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്ന വെറും വെള്ളത്തിൽ വരച്ച വരയാണ് എന്നുള്ളതും അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും പല മേഖലകളിലും മേൽവിലാസമുണ്ട്. ന്യൂനപക്ഷ വിഭാഗക്കാർ ഇനി കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കുകയും അവർ കൃത്യമായി കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അവർ കോൺഗ്രസ് പ്രവർത്തകരായി മാറുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇനി ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രതാപം ബംഗാളിൽ ഘട്ടം ഘട്ടമായി ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നുമാണ് ഈ നേതാവ് പറഞ്ഞിരിക്കുന്നത്.